സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കാവുന്ന വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് സ്കന്ദഷഷ്ഠി. തുലാമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് 7ാമത്തെ ദിവസമാണ് സ്കന്ദഷഷ്ഠി വ്രതം. ഇന്നു മുതലാണ് വ്രതാരംഭം. ഒക്ടോബർ 27-ാം തീയതിയാണ് സ്കന്ദഷഷ്ഠി. 6 ഷഷ്ഠിക്ക് തുല്യമാണ് ഒരു സ്കന്ദഷഷ്ഠി വ്രതം. 6 ദിവസമായാണ് ഇതിൻ്റെ വ്രതാരംഭം. ഇന്നു മുതലാണ് വ്രതം. ഒരു നേരം മാത്രം അരിഹാരം കഴിച്ചുകൊണ്ടാണ് വ്രതം തുടങ്ങുന്നത്. ഈ 6 ദിവസവും നമ്മൾ ഒരു നേരം മാത്രമേ അരിഹാരം കഴിക്കാൻ പാടുള്ളൂ. രാവിലെയും വൈകിട്ടും പഴങ്ങളോ പാലോ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസമാണ് സ്കന്ദഷഷ്ഠി ദിവസം നമ്മൾ ആചരിക്കേണ്ടത്. ഈ 6 ദിവസവും നമ്മൾ ഒരു നേരം മാത്രമേ അരിഹാരം കഴിക്കാൻ പാടുള്ളൂ. 6ാമത്തെ ദിവസം, അതായത് സ്കന്ദഷഷ്ഠി ദിവസം, പൂർണ്ണ ഉപവാസമാണ് ഉത്തമം. ക്ഷേത്രത്തിലിരുന്ന് ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ സ്തോത്രങ്ങളും ചൊല്ലി ഭഗവാനെ നമ്മൾ വാഴ്ത്തിപ്പാടണം. ചിലവർ ഉച്ചയ്ക്ക് വ്രതം അവസാനിപ്പിക്കും. ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്നുള്ള നേതിച്ചോറ് കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. ചില ആളുകൾ വൈകുന്നേരം വ്രതം അവസാനിപ്പിക്കും. മറ്റു ചില സ്കന്ദഷഷ്ഠിയുടെ പിറ്റേ ദിവസമായ 28-ാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കും. നമ്മൾ വ്രതം തുടങ്ങുന്ന ദിവസം മുതൽ നമ്മൾ തീർത്ഥം സേവിക്കാൻ പാടില്ല. കാരണം തീർത്ഥം സേവിച്ചാൽ നമ്മൾ വ്രതം മുറിയുക എന്നാണ് അർത്ഥം. ഉദ്ദിഷ്ട കാര്യസിദ്ധി, സന്താനഭാഗ്യം, തൊഴിൽ ലാഭം, രോഗക്ലീടങ്ങളിൽ നിന്നുള്ള മോചനം, ഇവയൊക്കെയാണ് സ്കന്ദഷഷ്ഠി വ്രതം കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നത്. പൂർണ്ണ ഭക്തിയോടുകൂടി ഭഗവാന്റെ ഈ വ്രതം അനുഷ്ഠിച്ചാൽ നമുക്ക് നേടാത്തതായിട്ട് ഒന്നും തന്നെയില്ല. 6 ദിവസം നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനെ സേവിച്ചുകൊണ്ട് നമുക്ക് വ്രതം ആരംഭിക്കാം. വ്രതം ആരംഭിക്കാൻ തുടങ്ങിയവർക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.